ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ്. ഈ ഒരു ടൈമിൽ ആരും തന്നെ ഒരു ചെയ്യാത്തൊരു പരിപാടിയാണ്. പിന്നെ വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ എന്തായാലും ഞങ്ങളൊക്കെ മെയിൻ ആൾക്കാരായിരുന്നു. ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോയുടെ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, 2020 കൊറോണ വന്ന ആ ടൈമിൽ അവിടെ എപ്പോഴും തന്നെയായിരുന്നു പരിപാടി. ഒരു 4 മണിക്ക് കയറിയാറുണ്ടല്ല, നല്ല നട്ടപ്പുറം വെയിലാണെങ്കിലുണ്ടല്ല, കഷ്ടപ്പെട്ടിരുന്നു പുറത്ത് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാനൊക്കെ ആണ് മെയിൻ. അക്കുത എവിടെയൊക്കെ ഉണ്ട്. എൻ്റെ പഴയ നൂലൊക്കെ എന്താണ് കെട്ടി വെക്കണ സാധനമല്ലടാ, നൂലൊക്കെ അതെ റോളർ. ആ സാധനമൊക്കെ ഇപ്പോഴും വീണ്ടാത്തിരിക്കട്ടെ, ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ചെയ്യാന്നുള്ള പ്ലാനാണ്. പിന്നെ കുറേ നൂല് സാധനങ്ങൾ, പിന്നെ പട്ടം ഉണ്ടാക്കണം. പട്ടം അന്ന് പോയതാ. പിന്നെ കുറേ ഈ കണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ തെങ്ങിയ ഏതൊക്കെയോ തെങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പുതിയ പട്ടം ഉണ്ടാക്കണം. അന്നൊക്കെ ഞങ്ങൾ മറ്റേ പ്ലാസ്റ്റിക് ആ വീഡിയോയിൽ കാണുമ്പോൾ, ഞാൻ കാണിച്ച വീഡിയോയിൽ കാണാൻ മനസ്സിലാവും, ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ 50 കിറ്റില്ലേ, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 50 കിറ്റ് വെച്ച് ചെയ്യാനാണ് പ്ലാൻ. അവിടെ ഏത് കളർ പഠിക്കണോടാ? നീല രാശി. എന്തായാലും രണ്ട് നൂല് കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊട്ടിപ്പോവും. 2 നൂല് തന്നെ കട്ടിയാണ്. നമ്മളങ്ങനെ കടയിലെത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ നൂല് അല്ലേ? വെള്ള നീല ലൈറ്റ് നീല ഓക്കെ. ഒട്ടത്തിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 50 കവർ ഇട്ടിട്ടുണ്ടാക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഉണ്ടാക്കിയ സാധനം അല്ലാകോ. എങ്ങനെ ഉണ്ടാക്കിയെന്നോട് ഓർക്കുള്ളത് എങ്ങനെയാണ് യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഓർക്കണം. ചെറുതായിട്ടൊരു വളമുണ്ട്, കുഴപ്പമില്ല, റെഡിയാക്കാം. പഴയ നൂലൊക്കെ ഉണ്ട്, അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നൂല്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ശരിക്കും പണി. പിന്നെ ഈർക്കിളൊക്കെ വേണം, ഈർക്കിളൊക്കെ സെറ്റ് ആക്കണം. ഈർക്കിൾ എന്തായാലും അമ്മ ചൂലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് എടുത്തിട്ട് വരാം. കാരണം ഞാനത് ചീത്തയാക്കും, ജോലിന്ന് ഈർക്കിളെടുത്തോണ്ടെന്ന് പറഞ്ഞു. ഫൈനലി ഗൈസ്, ഞങ്ങളതേ ഇവിടെ പട്ടത്തിന്റെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് പട്ടം ഉണ്ടാക്കണത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയാനുള്ളത്? ഇത് നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ കൈ കീറും. മര്യാദ കട്ട് ചെയ്യണം, ഏടി നിന്ന് ഇങ്ങനെ ഇരിക്കണം ഗൈസ്. അക്കുവിനെ കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല ഗൈസ്. അത് പിന്നെ നമ്മൾ സെറ്റാക്കാം. നടുക്കൊരു ഈർക്കിളിയൊക്കെയാണ് പെർഫെക്ഷൻ ആക്കും. ഇപ്പോൾ അത് കറക്റ്റായിട്ട് മുറിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മേടിച്ച 2 തരം നൂല്, പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, 2 നൂല് മനസ്സിലാവാനായിട്ട് 2 കളർ എടുത്തുന്നുള്ളൂ. നമ്മുടെ പഴയ നൂലായിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പറയണ്ടായിരുന്നോ? കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഫൈനലി എങ്ങനെ അതെ 2 സൈഡ് ഒട്ടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മളുണ്ടല്ലോ നടുക്കുള്ള ഇങ്ങനെ വളച്ചായിട്ട് നമ്മൾ പോകും. വളച്ചൊക്കെയുള്ള പ്രിപ്പറേഷനാണ്. ഇവിടെയാണ് മെയിനായിട്ട് പണി വേണ്ടത്. ഞാൻ അതിനുവേണ്ടി ഇത്രയും ഈർക്കിലെടുത്തുകൊണ്ട് വന്ന എൻ്റെ അവസ്ഥ. ഇവിടെ മര്യാദ സെറ്റ് ചെയ്തില്ലെങ്കിലല്ല പണി പാളും മോനെ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നമ്മളോടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് നമ്മുടെ ചാനലിലെ ബോട്ടിൽ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻസ്റ്റാ പേജ് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ പോയാൽ മതി. എന്തായി മാക്സിമം നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പട്ടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇനി ബാക്കി സെറ്റ് ചെയ്യണം. ഇപ്പം തന്നെ പറക്കണം. ഫാൻ ഇട്ടപ്പോൾ ഇനി അറ്റത്ത് പറഞ്ഞോട്ട് ഓടിക്കും. എല്ലാം ലാസ്റ്റ് വരുമ്പോൾ നല്ല ലുക്കായിരിക്കും. വാല് സെറ്റായി. അതിൽ ഗൈസ് അക്കുതി അങ്ങനെ വാല് സെറ്റാക്കിയിട്ടുണ്ട്. എത്ര വാലായി? 6 എണ്ണം. ആളതെ നടുക്കൊക്കെ ഒട്ടിച്ച്. അല്ല ഇവിടെ സൈഡിലൊക്കെ വാലൊക്കെ വെച്ച് കണ്ട. ഇനി ഇവിടെ കൂടി വാല വെച്ചാൽ സെറ്റായി. ഇത് നല്ല സ്പീഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്നങ്ങനെ തീരൂല. ഓ ഗൈസ്, വെള്ളം പോലും തീർന്നു, പക്ഷെ നീല തീർന്നിട്ടില്ല. പാല് ഉപയോഗിച്ചിട്ട് കൊണ്ട് വെച്ചാണത് ഗൈസ്. നമ്മൾ ഈക്വലായിട്ട് എടുത്തത് നീലയിൽ ഇപ്പോൾ ഇരിക്കണണ്ട ചേടോ. അതിൽ ഗൈസ് അക്കുതേ സെറ്റാക്കിട്ടാ. അതെ, ഇനി അതങ്ങോട്ട് പുറക്കങ്ങോട്ട് മാറ്റിയിട്ട് നൂലായിട്ട് അങ്ങോട്ട് കയറിക്കോ. ഇനിയാണ് പണി. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈവനിങ് ടൈമാണ്. ഏകദേശം 4:30 ടൈം ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് പട്ടമൊക്കെ ഉണ്ടാക്കി. അത് ഇന്നലെ കാണിച്ചു തന്ന പോലെ തന്നെ നമ്മൾ നൈറ്റ് ഇരുന്ന് പട്ടം ഉണ്ടാക്കി. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെയിലുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പെടണം. ഞങ്ങളിപ്പോൾ പറത്താനായിട്ട് വന്നേക്കണതാണ് ഗൈസ്. കാറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം അല്ലേ? കാറ്റ് വന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആരും കളിയാക്കരുത്, പൊങ്ങിയില്ലെങ്കിൽ അത് മാത്രമാണ്. അതെ ഗൈസ്, ഇവിടെ പണ്ടത്തെ പോലെ കാറ്റൊന്നുമില്ല, കാറ്റില്ല. ഞാൻ നല്ല ട്രൈ ആയിട്ടാ ഗൈസ്. പതുക്കെ ഒന്ന് കാറ്റ് വീശുന്നുണ്ട്. ചെറുതായിട്ട് കാറ്റ് പിടിച്ചു തുടങ്ങി. അയ്യോ ഓ, കാറ്റ് പോയാൽ പിന്നെ കാറ്റ് ആ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പ്രശ്നമാണ്. ഈ വീടിന് ചുറ്റും മൊത്തം വീടുകളും ഫ്ലാറ്റുകളാണ്. കാറ്റടിക്കാൻ ചാൻസ് കുറവാണ്. ഓരോ ചെറിയ കാറ്റിലും നമ്മൾ ട്രൈ ചെയ്യും, ശ്രമിക്കും. അതെ ഇപ്പോൾ ചെറുതായിട്ട് അയ്യോ എങ്ങാനും കാറ്റ് വന്നാലും പെട്ടുപോലോ. ചെറിയ രീതിയിൽ ഇങ്ങനെ മൂളിപ്പാളിപ്പോന്നല്ലാണ്ട് അയ്യോ അങ്ങേറ്റം പോയി ചാവും. പോയി ഗൈസ്, ഭയങ്കര ശോകമാണ്. കാറ്റില്ല. അതെ, 4 മണിക്ക് കയറിയാൽ ഞങ്ങൾ 5 മണി വരെ ട്രൈ ചെയ്ത്, എന്നിട്ടും സാധനം പറഞ്ഞില്ല കാറ്റില്ലാത്ത കാരണം.
വെറുതെ ഇവിടെ ഇരിക്കണതല്ലാണ്ട്. ഗൈസ്, ഇന്നത്തെ നമ്മൾ പണി കിട്ടി, കാറ്റില്ല. അതെ, ദിസ് ഇസ് ഡേ 1. ഞങ്ങൾ നാളെയും ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഇപ്പോൾ സമയം 6 മണിയാ പറയില്ലേ, 6 മണിയാ പറയും. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഇപ്പോൾ കാറ്റില്ല ഗൈസ്, എൻ്റെ പട്ടത്തിന് പൊക്കാനുള്ള കാറ്റില്ല, അതാ പ്രശ്നം. എന്തായാലും നാളെ കാണാം. ആ ദിവസം ഞങ്ങൾക്ക് നിരാശപ്പെട്ട് വരണ്ടാവുന്നെങ്കിലും നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെയും പോയി. ഗൈസ്, ദിസ് ഇസ് ഡേ 2. അക്കുവിന് കോളേജ് ഉള്ള കാരണം അവന് വരാൻ പറ്റൂല. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ള ഗീരൂട്ടനാണ്. ഗീരൂട്ടാ, പട്ടം ഭർത്താവ് വന്നേക്കാ നമ്മള് അടിപൊളിയായിട്ട് ചെയ്യില്ലേ? അപ്പൊ ഞാനും ഗീരൂട്ടനാണ് ഇന്ന് പട്ടം ഭർത്താവ് വന്നേക്കണത്. ഞങ്ങൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും സൺസ്ക്രീം ഒക്കെ ഇട്ട്. സമയം ഇപ്പൊ ഒരു 3 മണി ആയിട്ടുള്ളൂ. ഈ സമയത്തുള്ള കാറ്റിലാണ് നമുക്ക് പറത്താൻ പറ്റുള്ളൂ. വേണ്ട, അത്യാവശ്യം കാറ്റുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഈ കാറ്റിൽ പറത്താൻ പോവാണ്. അപ്പൊ എന്തായാലും പറത്തി വെക്കാം. അത്യാവശ്യം കാറ്റൊക്കെ വരേണ്ടി ചെറുതായിട്ട്. ഒന്നാമത്തെ ദിവസം ഞങ്ങൾ തളർത്തി കളഞ്ഞെങ്കിലും രണ്ടാമത്തെ ദിവസം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പറത്താനും പറ്റി. എന്തായാലും സാധനം പറന്ന്. അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് കിടക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു പണി കിട്ടിയത്. എന്താണെന്നല്ലേ, ഇതാ കണ്ടോ ഗൈസ്, പണി കിട്ടി. പണി എൻ്റെ മോനെ, ഞാനും കീരോട്ട് എത്താൻ കഷ്ടപ്പെട്ടിട്ടതേ തെങ്ങിൻ്റെ മുകളിൽ പോയി. പണി കിട്ടിയില്ലേ? താഴെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അവിടെ താഴെ ഇറങ്ങിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഭയങ്കര ദൂരമായോണ്ടേ. എന്തായാലും നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആ പട്ടം ഉപേക്ഷിക്കേണ്ടി വരും. നോക്കട്ടെ ഗൈസ്, കിട്ടുമെന്നൊരു ഉറപ്പില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് കിട്ടുമെന്നറിയില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം നമുക്ക്. സാധനം പൊട്ടിപ്പോയി. എന്തൊക്കെയായാലും നിങ്ങളെ വിഷയിലൊക്കെ കണ്ടെന്ന് ഞാൻ ഇരിക്കുന്നു. എന്തായാലും പട്ടം പോയി. ഞാൻ കഷ്ടപ്പെട്ടൊരു പട്ടം പറത്തി, പട്ടം പോയി. പട്ടം ഇറക്കണേൻ്റെ ഇടയ്ക്ക് അപ്പളേ തോന്നി തപ്പാണിയിട്ടും കോണിയിട്ട് പോയി. എന്തായാലും കുഴപ്പമില്ല, ഇതിട്ട് നമ്മൾ സെറ്റ് ആക്കിയില്ലേ? എന്തായാലും വിഷമമില്ല, ഞങ്ങൾക്ക് പറത്താൻ പറ്റിയിട്ടാ. പക്ഷേ ആ തെങ്ങാറിന് അല്ലെങ്കിൽ ഇനിയും പൊക്കി വിടാറുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത സീരീസിൽ കാണാം. ഓക്കെ.